എല്ലാവർക്കും നമസ്കാരം ട്ടാ. ഇന്നലെ ഞാനേ റാങ്ക് ഫയലിന് പകരമായിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്ന പുസ്തകങ്ങൾ ആയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നേ. അത് PSCയുടെ PYQ വിത്ത് റിലേറ്റഡ് ഫാക്ട്സിൻ്റെ പുസ്തകമായിരുന്നു. അത് പഴയ പുസ്തകമായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ പുതിയ പുസ്തകങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഈ 3 പുസ്തകങ്ങളാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ PSCയുടെ PYQ ആയിട്ടുള്ള പുസ്തകങ്ങൾ കേട്ടോ. ഇത് 3ഉം ടാലൻറ്റിൻ്റെ പുസ്തകമാണ്. ഇതിൽ ഒരു പുസ്തകം 2 വോളിയത്തിലായിട്ടാണ് കേട്ടോ ഇറങ്ങിയിരിക്കുന്നത്. അതിൻ്റെ വോളിയം 1 പുസ്തകമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇത് അതിൻ്റെ ഇൻഡെക്സാണ്. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ടോപ്പിക് വൈസ് തരം തിരിച്ചിട്ട് അതിൽ തന്നെ അതിനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേജ് നമ്പർ ഇന്ന ഭാഗങ്ങൾ ഓരോ പേജ് നമ്പർ നമുക്ക് ഇൻഡെക്സിൽ നിന്ന് തന്നെ നോക്കിയെടുത്തിട്ട് പഠിക്കാനായിട്ട് ഭയങ്കര എളുപ്പമുള്ള ഒരു പുസ്തകമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കണ്ടോ യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും. അതിൽ ഈ പോർച്ചുഗീസുകാരുടെ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഏത് എക്സാമിന് വന്നതാണ്, ഏത് ഇയറിന് വന്നതാണ്, അങ്ങനെയൊക്കെ ഇതിൽ എടുത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഓരോ ഏരിയയിൽ നിന്ന് വരണ PYQ മൊത്തം ആദ്യം ഇങ്ങനെ നമ്പർ ഇട്ടിട്ട് തരും. അത് കഴിഞ്ഞിട്ട് ആ ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സ് നമുക്ക് തരും കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു റാങ്ക് ഫയലിലെ ഒരു ഏരിയ എടുത്ത് പഠിക്കണ അതേ ഫീലാണ് കേട്ടോ. ഈ കാർട്ടസ് വ്യവസ്ഥ എന്ന് പറഞ്ഞത് ഒരു PYQ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് അവർ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ തന്നിട്ടുണ്ട് കേട്ടോ. ഇത് കുഞ്ഞാലി മരക്കാരനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. അടുത്തത് ബ്രിട്ടീഷുകാരെ പറ്റിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ട് ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിനെ കുറിച്ചുള്ള ഭാഗങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ തന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഈ ഒരു പുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ ഒരു റാങ്ക് ഫയൽ പഠിച്ചു കഴിയുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ അതിനുള്ളൊരു മേന്മ എന്ന് പറഞ്ഞാൽ നമ്മൾ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് റാങ്ക് ഫയലിൽ നിന്ന് തിരഞ്ഞെടുത്ത് പഠിക്കണം അതേ ഫീലാണ് കേട്ടോ ഇങ്ങനത്തെ പുസ്തകങ്ങൾ മേടിച്ചിട്ട് പഠിക്കുമ്പോൾ. എൻ്റെ പഠനത്തിൽ എനിക്ക് ഈ പുസ്തകം പഠിച്ചിട്ടാണ് കേട്ടോ ഇത്തിരി ഗുണമുണ്ടെന്ന് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ സെക്കൻഡ് വോളിയത്തിലുള്ള പുസ്തകമാണിത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ തന്നെ ഇന്ന വിഷയങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഓരോ പുസ്തകവും നമ്മൾ തുറന്ന് നോക്കണമല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇൻഡെക്സ് ആക്കിയിട്ട് മുകളിൽ എഴുതി വെച്ചതാണ് കേട്ടോ. ഇതിൽ ബാക്കി ഭാഗങ്ങളാണ് ഫിസിക്സ്, കെമിസ്ട്രി, പിന്നെ കല, കായികം, സാഹിത്യം, സംസ്കാരം. ഈ ഭാഗത്തു നിന്ന് എല്ലായിടത്തുനിന്നും വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു ഭാഗവും അവർ വിട്ട് കളഞ്ഞിട്ടില്ല. ഇത് LDCയുടെ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പുസ്തകമാണ് കേട്ടോ. കണ്ടോ, കമ്പ്യൂട്ടർ ഉണ്ട്, സുപ്രധാന നിയമങ്ങളുണ്ട്, ആനുകാലിക വിഷയങ്ങളുണ്ട്. അതിൽ നമുക്ക് പരമാവധി ഒഴിവാക്കാൻ പറ്റുന്ന ഭാഗം ഈ ആനുകാലിക വിഷയം മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൽ തന്നെ എല്ലാതും ഒഴിവാക്കാൻ പറ്റില്ല. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ആനുകാലികത്തിൽ ഒഴിവാക്കി വിടേണ്ടതാണ്. പിന്നെ ഇംഗ്ലീഷ് കണ്ടോ, ഗ്രാമർ പാർട്ടും വൊക്കാബുലറിയും വേറെ വേറെ അവർ തരം തിരിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് നല്ലൊരു ഇൻഡെക്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഭാഗത്തുനിന്ന് നമുക്ക് നമ്മൾ വീക്കായിട്ടിരിക്കുന്ന ഭാഗം സെലക്ട് ചെയ്ത് പഠിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഭാഗം ഒരു പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് റിവിഷൻ ചെയ്യാനായിട്ട് ഈ പുസ്തകം ഉപയോഗിക്കാം. ഞാനാണെങ്കിൽ ഇത് റാങ്ക് ഫയലിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ബുക്കാണ് കേട്ടോ. ഈ പുസ്തകം ഞാൻ പഠിച്ചിട്ടില്ല. വളരെ കുറച്ച് പേജുകൾ മാത്രമേ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ പഠനത്തിൽ. കാരണം ഈ പുസ്തകം ഞാനിപ്പോൾ തന്നെ മേടിച്ചിട്ടുള്ളൂ, കുറച്ച് നാളായിട്ടുള്ളൂ മേടിച്ചിട്ട്. പിന്നെ അടുത്ത പുസ്തകമാണ് കേട്ടോ ഇത്. ഇതിൽ 2024 PSC നടത്തിയ 30 പരീക്ഷകളുടെ 100 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് 3000 ക്വസ്റ്റ്യൻസും ഉണ്ട്. അതിൽ ഓരോ ക്വസ്റ്റ്യൻ്റെയും റിലേറ്റഡ് ഫാക്ട്സ് ഇതിലുണ്ട് കേട്ടോ. ഈ പുസ്തകത്തിൻ്റെ ഇൻഡെക്സിൽ അതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് ഇൻഡെക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വൈസായിട്ട് ഇത് പഠിച്ചു പോകാം ഈ പുസ്തകം. ഇത് LDCയുടെ സിലബസ് ആണെന്ന് പറഞ്ഞെങ്കിലും ഇതിൽ കുറച്ചെണ്ണം 2-3 എണ്ണം LGS ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ട ഈ 3 പുസ്തകം അല്ലാണ്ട് പുതിയൊരു പുസ്തകം കൂടി ഇപ്പം അവൈലബിൾ ആണ് കേട്ടോ. അത് ദ ബെസ്റ്റ് അക്കാദമിയുടെ ഈ PYQ വിത്ത് റിലേറ്റഡ് ഫാക്ട്സിൻ്റെ ബുക്കാണ്. പക്ഷേ ഞാനത് മേടിക്കാതിരുന്നതിൻ്റെ കാരണം അതിൽ +2 ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഉണ്ട്. എനിക്ക് അതൊന്നും ആവശ്യമില്ലാത്തത് കൊണ്ടും എൻ്റെ കയ്യിൽ ഓൾറെഡി ഈ 3 ബുക്കുകൾ ഉള്ളത് കൊണ്ടും
ഞാൻ ആ പുസ്തകം മേടിച്ചില്ല കേട്ടോ. പക്ഷേ ഞാനത് ബുക്ക് സ്റ്റാളിൽ പോയിട്ട് കണ്ടിരുന്നു. നല്ല അടിപൊളി പുസ്തകമാണ് കേട്ടോ അത്. ഈ അടുത്ത കാലത്ത് ഞാൻ മേടിച്ച പുസ്തകങ്ങളിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പബ്ലിക്കേഷനാണ് കേട്ടോ ദ ബെസ്റ്റ് അക്കാദമിയുടെ പബ്ലിക്കേഷൻസ്. ഡിഗ്രി ലെവലും +2 ലെവലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ദ ബെസ്റ്റ് പബ്ലിക്കേഷൻ്റെ ഞാൻ പറഞ്ഞ പുസ്തകം വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അതിൽ 2 വോളിയത്തിലാണ് പുസ്തകം വരുന്നത്. പക്ഷേ അതിൽ ഒരു വോളിയത്തിൽ മാത്രമേ റിലേറ്റഡ് ഫാക്ട്സ് ഉള്ളൂ കേട്ടോ. ഒരെണ്ണത്തിൽ PYQൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളും അതിൻ്റെ ആൻസറും മാത്രമേ തന്നിട്ടുള്ളൂ കേട്ടോ. ഈ പറഞ്ഞ 4 പുസ്തകങ്ങളുടെ മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കയറി നോക്കാം കേട്ടോ. ആ ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് ഓരോ പുസ്തകത്തിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് അവിടെ നിന്ന് ഓൺലൈനായിട്ട് മേടിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ബെസ്റ്റ് അക്കാദമിയുടെ PSCയുടെ PYQ വിത്ത് റിലേറ്റഡ് ഫാക്ട്സിൻ്റെ പുസ്തകം. ഇവരുടെ വെബ്സൈറ്റിൽ 2 വാട്സപ്പ് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പുസ്തകത്തിൻ്റെ വില അവർ പറയും കേട്ടോ. പിന്നെ പുസ്തകം കൊറിയറായിട്ട് നമുക്ക് അയച്ചു തരികയും ചെയ്യും. ഇങ്ങനെ മേടിക്കുമ്പോൾ ബുക്ക് സ്റ്റാളുകളിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടിലും കുറച്ച് വില കുറച്ചിട്ടാണ് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് പുസ്തകം കിട്ടുന്നത്.